ഇന്ന് രാവിലെ ഒരുപാട് വൈകിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. കുറേ കാലങ്ങൾ കൂടിയിട്ടാണ് ഇത്രയും നേരമൊക്കെ കിടന്നുറങ്ങുന്നത്. പിന്നെ കുഞ്ഞൂസിന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. പിന്നെ 2 ദിവസമായിട്ട് ഞങ്ങൾ വീട്ടിലില്ലായിരുന്നു. 2, 3 ദിവസമായിട്ട് യാത്രയും കാര്യങ്ങളും പിന്നെ ഫാമിലിയിൽ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് ഞാൻ ഒട്ടും അങ്ങനെ ഒരു ഉഷാറിലല്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും ക്ഷീണങ്ങളും കാര്യങ്ങളും വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഒരു കാപ്പി കുടിച്ചാൽ കുറച്ചൊക്കെ ഓക്കെ ആവും കേട്ടോ. രാവിലെ കാപ്പി എപ്പോഴും നിർബന്ധമാണ്. പാൽ കാപ്പി നമ്മുടെ പാൽപ്പൊടി ഇട്ടിട്ടുള്ള കാപ്പിയില്ലേ അതാണ് കേട്ടോ. എനിക്ക് പാലൊഴിച്ചാലും ശരിയാവില്ല. പാൽപ്പൊടി ഇട്ട് കുടിച്ച് ശീലിച്ചിട്ട് ഇപ്പോൾ അത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പിന്നെ പൂച്ചക്കുട്ടി വന്നിട്ട് അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു. ആടെ പഠിക്കണേ അടി കിട്ടൂട്ടോ പഠിച്ചാല്. പിന്നെ എത്ര വിഷമം ഉണ്ടെങ്കിലും ഇവനെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിട്ട്. ഇന്ന് രാവിലെ കുഞ്ഞൂസിനെ കാണാത്തതുകൊണ്ട് അന്വേഷിച്ച് വന്നതാണ് ആള്. പിന്നെ ഞാൻ അവനെ അപ്പുറത്തേക്ക് അമ്മേൻ്റെ അടുത്തേക്ക് കൊണ്ടുവിട്ടു കേട്ടോ. കൊണ്ടുവിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് കുഞ്ഞൂസ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ഈ ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഈ പില്ലോൻ്റെ ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഈ ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബെഡ്ഷീറ്റ് എനിക്ക് കുറച്ചും കൂടി ഡാർക്ക് കളർ വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എനിക്ക് ബ്ലാക്ക് ഇഷ്ടമായി. ഈ ഒരു കളർ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ക്വാളിറ്റി ഉണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ കളർ അത്ര പിടിച്ചില്ല. കുറച്ചുകൂടി ഡാർക്ക് കളർ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ബെഡിൻ്റെ പ്രൊട്ടക്ടറും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ലതാണ് കേട്ടോ. നമ്മുടെ ബെഡ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നന്നായി. നമ്മൾ വെള്ളം വീണാലോ അങ്ങനെ ഒന്നും പ്രശ്നമില്ല. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. നല്ലതാണ്. നമ്മുടെ ബെഡിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട്. എല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പ്രൊട്ടക്ടർ ഞാൻ ഇതിൻ്റെ ഒരു ഗ്രീനും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. നല്ല രസമാണ്. നമുക്ക് ബെഡ്ഷീറ്റ് ഇല്ലെങ്കിൽ കൂടി ഇതിങ്ങനെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. പറ്റുന്നതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം. നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഞാനിങ്ങനെ ലിങ്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ ഒരുപാട് പേര് ലിങ്ക് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബ് ഷോർട്സിൽ ലിങ്ക് ഉണ്ട്. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വന്നിട്ട് ഞാൻ ഇന്ന് ഉപ്പുമാവാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കുന്ന. സമയം ഒരുപാട് വൈകിയതുകൊണ്ട് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ സമയമില്ല. പിന്നെ കുഞ്ഞൂസിന് ലീവ് ആയതുകൊണ്ട് കുഞ്ഞൂസ് എന്തായാലും അമ്മയുടെ അടുത്തേക്ക് പോകും. അമ്മ അവിടെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഏട്ടനുള്ള ഉപ്പുമാവ് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അജി ഉപ്പുമാവ് റെഡിയായോ ഇപ്പോൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഉപ്പുമാവ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഉപ്പുമാവൊക്കെ ആക്കി കഴിഞ്ഞാൽ ഞാൻ പാത്രം ഉള്ളത് കുറച്ച് കഴുകി വെച്ചു. പിന്നെ കട്ടൻ ചായ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് എന്താ തീരുമാനിച്ചിരിക്കുന്നത് വെച്ചാൽ ഒരുപാട് പണികളൊന്നും ചെയ്യാൻ വയ്യ. ഒന്നാമത് എനിക്ക് ശരീരം കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഒരുപാട് പണികളൊന്നും ചെയ്യുന്നില്ല. ചായ കുടിച്ചിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ എന്നാലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആരെങ്കിലും കയറി വന്നാലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇരിക്കാൻ തോന്നില്ല. നമ്മളെ പണി ഒരുങ്ങാതെ ഇരിക്കാൻ തോന്നില്ല. പക്ഷേ ഞാൻ ഇന്ന് എന്ത് വന്നാലും വേണ്ടില്ല, അധികം ഒന്നും പണിയെടുക്കില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും നീറ്റാക്കി ചെയ്യും. ഒരു ദിവസം ചെയ്യാതിരിക്കുന്ന അന്നായിരിക്കും കേട്ടോ ആരെങ്കിലുമൊക്കെ കയറി വരിക. പിന്നെ മുറ്റം കണ്ടപ്പോൾ അടിക്കാതിരിക്കാൻ പറ്റിയില്ല. കാരണം 2 ദിവസം മുറ്റം അടിക്കാതെ ഇട്ടുകൊണ്ട് മുറ്റത്ത് ഇങ്ങനെ ആൾതാമസം ഇല്ലാത്ത പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വേഗം മുറ്റം അടിച്ച് വിട്ടു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.